നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കുറച്ചു ദിവസങ്ങളായി നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ. ദിയയുടെ അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് ദിയയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. ഈ വിവാഹം സോഷ്യൽ മീഡിയയിലും ഏറെ ചർച്ചയായിരുന്നു. വിവാഹം ലളിതമായി നടത്തിയ ദിയ കൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആഡംബര ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹശേഷവും തന്റെ വിശേഷങ്ങൾ ദിയ പങ്കുവയ്ക്കാറുണ്ട്. ഹണിമൂൺ ട്രിപ്പിലാണ് ദിയയും അശ്വിനും. ഇരുവർക്കുമൊപ്പം ദിയയുടെ കുടുംബവുമുണ്ട്. ബാലിയിലേക്കാണ് കൃഷ്ണകുമാറും കുടുംബവും യാത്ര പോയിരിക്കുന്നത്. ബാലിയിൽ നിന്നുള്ള വിശേഷങ്ങളെല്ലാം ഇവർ പങ്കുവച്ചിരുന്നു. ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ചിത്രമാണ് വൈറലായി മാറുന്നത്. സ്വിമ്മിംഗ് സ്യൂട്ട് ധരിച്ചുള്ള ചിത്രമാണ് ദിയ പങ്കുവച്ചിരിക്കുന്നത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ പതിവ് പോലെ വിമർശനങ്ങളും വരുന്നുണ്ട്. ചിത്രത്തിലെ ദിയയുടെയും അശ്വിന്റെയും വസ്ത്രത്തെ വിമർശിച്ചാണ് ഭൂരിഭാഗം കമന്റുകളും. വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഹണിമൂണിനുള്ള കാശുകൂടി നാട്ടുകാരിൽ നിന്നും ഉണ്ടാക്കണ്ടേ? എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നേൽ ഒരു ടോപ്പ് വാങ്ങാനുള്ളത് ഞാൻ കൊടുത്തേനെ. ഇനിയും ഇതുപോലുള്ള പോസ്റ്റ് ഇടുക, വരുമാനം ഉണ്ടാക്കുക. കാര്യം പറഞ്ഞാൽ അത് നെഗറ്റീവ് കമന്റ് ആവും. അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഇത് കുറച്ച് ഓവറല്ലേ എന്നിങ്ങനെയാണ് കമന്റുകൾ. അതേസമയം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ദിയ പങ്കുവച്ചിരുന്നു. സെപ്റ്റംബർ 5 നടന്നത് ഔദ്യോഗികമായിട്ടുള്ള വിവാഹമാണെന്നും ഇതിനു മുൻപ് തന്നെ തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് ദിയ പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഒരു ക്ഷേത്രത്തിൽ വെച്ച് അശ്വിൻ തന്നെ താലികെട്ടി സിന്ദൂരം അണിയിക്കുന്ന വീഡിയോയാണ് ദിയ പങ്കിട്ടിരിക്കുന്നത്. ദിയയുടെ ഒഫീഷ്യൽ താലികെട്ട് ചടങ്ങാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിരുന്നു. ഞങ്ങളുടെ ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാണ് രഹസ്യ വിവാഹത്തിന്റെ വീഡിയോ ദിയ പങ്കുവച്ചത്. എന്ത് സംഭവിച്ചാലും ഒരുമിച്ച് നിൽക്കുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം പരസ്പരം വാക്ക് നൽകിയിരുന്നു. ഇതായിരുന്നു ലോകം അറിയാത്ത ഞങ്ങളുടെ രഹസ്യമെന്നും വീഡിയോയിൽ ദിയ കുറിച്ചിരുന്നു. ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ അഞ്ജലിയും അഭിയും മാത്രമാണ് ആ രഹസ്യ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് ആയിപ്പോയി എന്നാണ് ദിയയുടെ വീഡിയോ കണ്ട ആരാധകർ കുറിച്ചത്. വളരെ സിമ്പിൾ ലുക്കിലാണ് ഇരുവരും രഹസ്യ കല്യാണത്തിന് എത്തിയത്. താലി കെട്ടുന്നതിന് പകരം മംഗൾസൂത്ര ദിയയെ അണിയിക്കുകയാണ് അശ്വിൻ ചെയ്തത്. അതേസമയം ഇത് ദിയയുടെയും അശ്വിന്റെയും വിവാഹം കഴിഞ്ഞത് അച്ഛനും അമ്മയും അറിഞ്ഞായിരുന്നു എന്നും ഇരുവരും എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു. ഇതിനി അച്ഛനും അമ്മയും നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ച് സന്തോഷത്തോടെ അതിൽ പങ്കെടുത്ത അച്ഛനും അമ്മയ്ക്കും ഇത് കാണുമ്പോൾ വിഷമമാകില്ലേ എന്നെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട്. അതേസമയം 3 മാസം മുൻപേ തന്നെ ദിയയും കുടുംബവും വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താലി പൂജിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലുക്കിലായിരുന്നു ദിയ എത്തിയത്. അപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ആഭരണങ്ങളായിരുന്നു. സ്വർണത്തിന്റെയോ മറ്റോ അതിപ്രസരം ഇല്ലാതെ വളരെ സുന്ദരിയായി സിമ്പിൾ ലുക്കിലാണ് ദിയ എത്തിയത്. നേരത്തെ മകളുടേത് ലളിതമായ വിവാഹമായിരിക്കുമെന്നും എല്ലാ ചിലവുകളും അവർ തന്നെയാണ് വഹിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു. മോള് തന്നെ പറഞ്ഞു, എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന്. അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി. മാത്രമല്ല എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, അച്ഛനും അമ്മയും ചെലവാക്കേണ്ടതില്ല, ഞങ്ങൾ നടത്തിക്കോളാമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now.